രാഷ്ട്രീയ ജനതാദളിന്റെ ജില്ലാ കൗൺസിൽ യോഗം അടിമാലിയിൽ നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റായി കോയ അമ്പാട്ടിനെ യോഗം ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തു. ദേശീയ തലത്തിൽ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് കീഴ്ഘടകങ്ങളിലും പാർട്ടിയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനം താഴെത്തട്ട് മുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടും ദേശീയ തലത്തിൽ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലുമാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ജില്ലാ കൗൺസിൽ യോഗം അടിമാലിയിൽ നടന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്കും സംസ്ഥാന കൗൺസിലിലേക്കുമുള്ള തിരഞ്ഞെടുപ്പും ഇതിന്റെ ഭാഗമായി നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റായി കോയ അമ്പാട്ടിനെ യോഗം ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തു. പാർട്ടിയുടെ പ്രവർത്തനം ഇനിയുമേറെ ശക്തിപ്പെട്ട് മുമ്പോട്ടു പോകേണ്ടതായി ഉണ്ടെന്ന് കോയ അമ്പാട്ട് പറഞ്ഞു. മെയ് മാസം 1-ാം തീയതി പ്രാഥമികമായി തുടങ്ങി, വാർഡ് തല ഇലക്ഷൻ തുടങ്ങി, അത് നിയോജകമണ്ഡലം കഴിഞ്ഞ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് എത്തിയവരാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ നിയോജകമണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 15 കൗൺസിലേഴ്സ് അടങ്ങുന്ന ആളുകളാണ് ജില്ലാ കൗൺസിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന കൗൺസിലർമാരിൽ നിന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നന്നായി ഈ പരിപാടി ഇവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട്. MK ജോസഫ്, വിൻസെന്റ്, ജിംസൺ എന്നിവരെ സംസ്ഥാന കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തു. 23 അംഗ ജില്ലാ കമ്മിറ്റിയും യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.